ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഭിജ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് അഭിനെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അഭി ഉണ്ട്. അപ്പോൾ അഭി കാണാതെ നൈസ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അഭിനെ വിളിക്കും. ഓന് കുറച്ച് മുന്നേ ഒരു മാസ്ക് ഇടാത്തതിന് ഒരു ചെറിയൊരു ഫൈൻ കിട്ടിന്. അതിന് വേണ്ടിയിട്ട് സ്റ്റേഷനിലൊക്കെ വിളിച്ചിന്. അപ്പോൾ പോയിട്ടില്ല. അപ്പോൾ ആ പേര് പറഞ്ഞാണ്ട് വിളിക്കുന്നത്. അഭിക്കും എനിക്കും അറിയാം സംഭവം എന്ത് പ്രാങ്കിന് വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അഭിക്കറിയില്ല. അപ്പോൾ അവൻ്റെ ആക്ടിങ് ഉണ്ടാവും, ഒരുമാതിരി കോപ്പിൽ ആക്ടിങ് ഒക്കെ ഉണ്ടാവും. ഞാനൊരാളെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തുന്നുണ്ട്. അപ്പോൾ അഭിയുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യാം, നേരെ പ്രാങ്കിലേക്ക് കിടക്കാം. ഇവനാണ് എന്നെ സഹായിക്കാൻ പോണത്. ക്യാമറ അഭിൻ്റെ അടുത്ത് നൈസിൽ പോയിട്ട് വെക്കണം. അപ്പോൾ അവൻ്റെ ഒടുക്കത്തെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവൻ പറഞ്ഞത് രണ്ടാമത്തെ കോളിലെ ഞാൻ എടുക്കുള്ളൂ. പിന്നെന്താ പറഞ്ഞത്, പിന്നെ വേറെ എന്തോന്ന് പറഞ്ഞത്, ഞാൻ എന്നോട് ചൂടാവണം എന്തൊക്കെ പറഞ്ഞു. അവൻ്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെ കാണിച്ചതാ. അപ്പം നേരെ നമുക്ക് പോവാം. ഫോൺ എടുത്തു. അവനുണ്ട്. ഇത് റൂമാണ്. എൻ്റെ അടുക്കള ഭാഗത്തേക്ക് നിർത്തിയാണ്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഭിജ വ്ളോഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പരിപാടിയാണ്. എന്താ വെച്ചാൽ ഒരു അടിപൊളി ഒരു പ്രാങ്കാണ്. പറഞ്ഞതാട്ടോ, ഓനോട് ശ്രദ്ധിക്കണ്ടേ ഞാൻ എന്തൊക്കെ പറയുന്നതൊക്കെ. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞതാ. ഒന്നുകൂടി ഇത് റെഡിയായില്ല, ഒന്നും എടുക്കട്ടെ. ഹലോ വെൽക്കം ബാക്ക് ടു അഭിജ വ്ളോഗ്. ഇന്ന് നമ്മൾ അഭിയേ സെറ്റല്ലടാ, ഞാൻ ഇപ്പോൾ വിളിക്കട്ടോ. വെറുതെ പറഞ്ഞതാ, കാര്യങ്ങളൊക്കെ ഒന്ന് ഓനക്ക് വിശ്വാസമാകാൻ വേണ്ടിട്ട്. വിളിക്കാം, ഇൻട്രോ ലാസ്റ്റാക്കാം. ഓക്കെ നൈ സെറ്റ്. ഞാൻ ഡോർ എടുക്കട്ടെ, ഇത് കേക്കാക്കാനെ. അഭിയെ പൊളിച്ചട്ടോ, സെറ്റാക്കിക്ക. ഞാൻ ചൂടാവും. അല്ല ഇജിന്നോട് ചൂടാവണോ? അപ്പൊ ഞാനിവിടെ ഫോണൊന്ന് കറക്റ്റ് ആക്കി വെക്കുക. ഞാൻ സ്റ്റൂൾമ വെക്കട്ടോ. എന്ത് ഒറ്റ മിനിറ്റ്, ഞാൻ ഈ ഫോണൊന്ന് കറക്റ്റ് ആക്കി വെക്കട്ടെ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഭിജ വ്ളോഗ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാങ്ക് ആണ്. അപ്പോൾ നമ്മൾ അഭിനെ കോൾ ചെയ്യാൻ പോവാണ്. ഓന് ഇവിടെ ഒന്നും ഇല്ല, ഓൻ പുറത്താണ്. ഹലോ, നമ്മളിത് നേരെ കോളിംഗ് പ്രാങ്കിലോട്ട് പോവാം. ഓക്കെ, എൻ്റെ നമ്പറിനാണ് ഞാൻ വിളിക്കുന്നത്. ഓൻ്റെ ഫോണിൽ കാണുകയൊക്കെ ചെയ്യും. വെറുതെ. അപ്പോൾ നമുക്ക് നമ്പർ നോക്കാം. അഭിൻ്റെ അബ്രാർ എവിടെ? എനിക്ക് ഭയങ്കര ടെൻഷനാ, ഓൻ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. ഹലോ, നമുക്ക് വിളിച്ചു നോക്കാം. നമുക്ക് നേരെ വിളിക്കുക, അഭിനെ വിളിക്കുക. അപ്പൊ നമ്മള് സംഭവം എന്താ വെച്ചാല്, അഭിക്ക് 2 ദിവസം മുന്നേ, 2 ദിവസമല്ല 15 ദിവസം മുന്നേ ഓനക്കൊരു മാസ്ക് ഇടാത്തതിന് കേസല്ല, ഒരു ഫൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓനെ ഹെൽത്തുകാർ പിടിച്ചായിരുന്നു. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഫൈൻ അടിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓന് രണ്ടാമത് നമ്മളങ്ങനെ ഫൈൻ അടിക്കാൻ വിളിച്ചുള്ള രീതിയിൽ നമുക്കൊന്നുകൂടി വിളിക്കാം. ഓക്കെ, നമുക്ക് വിളിച്ചു നോക്കാം എന്താണ് സംഭവം എന്നൊക്കെ. അഭിനെ വിളിച്ചു നോക്കാം. ആദ്യത്തെ കോളിൽ പോയി എടുക്കൂല എന്നൊക്കെ പറഞ്ഞു. എടുക്കണ്ടാവില്ല. അടുത്തെടുക്കും. The person you are calling is not answered. അവൻ അഭി എന്തോ തിരക്കിലാന്നാ തോന്നുന്നത്. എടുത്തിട്ടില്ല. എന്താ സംഭവം? സൗണ്ടൊക്കെ മാറ്റി വിളിക്കണുണ്ടോ? എന്നാലും
ഹലോ, ഇത് മുക്കം പോലീസ് സ്റ്റേഷൻ എന്നാണ്. മുഹമ്മദ് അബ്രാർ ടി സി അല്ലേ? അല്ലല്ലോ. മുഹമ്മദ് അബ്രാർ ടി സി. 1 മിനിറ്റ്. നമ്പർ, നിങ്ങളെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേ. എന്റെ ഫോൺ നമ്പർക്ക് ഈ വിളിച്ചത് അവനെന്താ ഇങ്ങോട്ട് വിളിക്കണേ? ഞാൻ ചെറുപ്പത്തെ ആളെ കാര്യം പറയുന്നേ. 7034064362 അല്ലേ നമ്പർ? അതെ. നിങ്ങളുടെ ഫാദറിന്റെ നെയിം എന്താ? നാളുണ്ടായിരുന്നോ? അതെ, ഫാദറിന്റെ നെയിം എന്താ? ഇതൊന്ന് ചെറുക്കാൻ പോയായിരുന്നു. സാറേ ഒരു മിനിറ്റ്. സാർ വെയിറ്റ് ഒരു മിനിറ്റ്. ഞാൻ ഓക്കെ ശരി. ഹലോ, മുഹമ്മദ് അബ്രാർ ടി സി അല്ലേ, പേരല്ലേ? അതെ. ഇത് വിളിക്കുന്നത് മുക്കം പോലീസ് സ്റ്റേഷൻ എന്നാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഹെൽത്ത് ടീം നിങ്ങളെ മാസ്ക് ഇല്ലാത്തതിന് പിടിച്ചിട്ടില്ലേ? പിടിച്ചിരുന്നോ? ആ കേസ് മുക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നത്. അപ്പോൾ നിങ്ങളെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വിളിച്ചിട്ട് ഞങ്ങൾ വാണിംഗ് തന്നിട്ടുണ്ട് ഫൈൻ അടക്കാൻ. ഉണ്ടോ ഇല്ലേ? തന്നിരുന്നു. അപ്പം ഞങ്ങളിത് 2ാമത്തെ പ്രാവശ്യമാണ് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ 5000 രൂപ ഇവിടെ വന്നിട്ട് ഫൈൻ അടക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? നിങ്ങളുടെ മാസ്ക് ഇല്ലാത്തതിന് നിങ്ങൾക്ക് ഒരു ഫൈന് വന്നിട്ടുണ്ട്. ആദ്യ പ്രാവശ്യം മുഹമ്മദ് അബ്രാർ ടീസിനെ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് വന്ന് ഫൈൻ അടക്കാൻ. ഇത് ഞങ്ങൾ വിളിക്കുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. 5000 രൂപ സ്റ്റേഷനിൽ വന്ന് അടക്കാൻ പറ്റുമല്ലോ? 5000 രൂപ ഫൈന് അടക്കാൻ പറ്റുന്നു. നിങ്ങളുടെ പേരൊന്ന് കറക്റ്റ് പറഞ്ഞേ, അഡ്രസ്സും പേരും ഒക്കെ ഒന്ന് കറക്റ്റ് പറഞ്ഞേ. സാറേ 1 മിനിറ്റ്. ഓക്കെ സാർ, വെയിറ്റ്. ഹലോ, നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. തെക്കേച്ചാലിൽ അല്ലേ? ഓക്കെ. കറക്റ്റ് നമ്പറും അഡ്രസ്സൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് 5000 രൂപ വന്ന് അടക്കാൻ പറ്റുമോ ഇല്ലോ? ഇത്ര നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. പിന്നെ ഈ കോൾ വിളിച്ച് സംസാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. ഹലോ, ഞങ്ങൾ വിളിക്കുന്നത് മുക്കം സ്റ്റേഷൻ എന്നാണ്. ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ ഈ സംസാരിക്കുന്ന പോലെ ഒന്നും ഒരിക്കലും ആവൂല. മുഹമ്മദ് അബ്രാറിന് ഈ ഇന്ത്യയിലല്ലേ ജീവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയില്ലേ? സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഫ്രണ്ട്സ് വിളിച്ച് പറ്റിക്കല്ല, ഇത് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ആദ്യം ഒരു പ്രാവശ്യം വിളിച്ചു, അപ്പം നിങ്ങൾ വരാമെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ വന്നിട്ടില്ല. 200 രൂപ ആരാ പറഞ്ഞത്? ഏത് സാറാ പറഞ്ഞത്? ഹെൽത്തിന്റെ ആൾക്കാർ പിടിച്ചപ്പോ ഞാൻ മാസ്ക് ജസ്റ്റ് ഒന്ന് താത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞത് 200 രൂപ ഫൈൻ അടിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് കൊണ്ട് എനിക്കന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റൽ കേസ് അല്ലേ? മാസ്ക് പറഞ്ഞാല് താഴെ വെക്കാനുള്ളതാണോ അതോ മൂക്കും വെക്കാനുള്ളതാണോ? ഹലോ, മാസ്ക് എവിടെ വെക്കാനുള്ളതാണ്? ഹലോ അബ്രാർ ടി സി, ഞങ്ങൾക്ക് വേറെ പണികളുണ്ട്, പെട്ടെന്ന് പറയും. ഹലോ, മാസ്ക് എവിടെ വെക്കാനുള്ളതാണ്? അപ്പോൾ അതിന് വെക്കാത്തതിനാണ് നിങ്ങൾക്ക് ഫൈന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 5000 രൂപ മുക്കം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഫൈൻ അടക്കാൻ പറ്റുമോ ഇല്ലയോ? 5000 വലിയ എമൗണ്ട് ആണ്. നിങ്ങളൊരു വലിയ തെറ്റാണ് ചെയ്തത്, അതുകൊണ്ടാണ് വലിയ എമൗണ്ട് തന്നത്. ഓക്കെ, എന്നാലും എന്ത്
അപരാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മ ഉപ്പ പിന്നെ പെങ്ങന്മാരും പിന്നെ അനിയനും. ആ എല്ലാരും ഉണ്ടല്ലേ. ഉപ്പാക്ക് എന്താ ജോലി? പണിയൊന്നുമില്ല, നാട്ടിൽ തന്നെ. ആ അപ്പൊ എന്താ ഇതിന്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ മാസ്ക് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ എത്രത്തോളം ഗൗരവമുള്ളതെന്ന് അറിയോ മുഹമ്മദ് അബ്രാർ ടി സിക്ക്? അറിയോ? അപ്പൊ മാസ്ക് വെക്കാതെ പുറത്ത് ഇറങ്ങാൻ പറ്റൂല എന്നറിയോ? ഞാൻ മാസ്ക് വെക്കാതെ ഇറങ്ങുന്നില്ല. ചെറിയ ആവശ്യത്തിന് താഴ്ചപ്പോഴാണ് ഓരോ വന്നത്. ചെറിയ ആവശ്യം വലിയ ആവശ്യം എന്തും ആയിക്കോട്ടെ, മാസ്ക് വെക്കാതെ പുറത്തിറങ്ങാൻ പറ്റൂല്ലേ? പറ്റൂല. അപ്പൊ മാസ്ക് വെക്കാതെ അപറാർ ടി സി പുറത്ത് ഇറങ്ങിയതിനാണ് ഫൈൻ എന്നത്, അല്ലാതെ വെറുതെ തന്നോന്നില്ലല്ലോ. മാസ്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ താന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് താത്താൻ പറ്റൂല. മാസ്ക് വെക്കുക എന്ന് പറഞ്ഞാല് ഈ മുഖവും ഈ വായയും മൂക്കും എന്ത് ചെയ്യണം? ഈ മാസ്കിന്റെ അകത്ത് പോണം. പോണ്ടേ? അത് വെക്കാത്തതിനാ തന്നത്. അപ്പൊ എന്ത് ചെയ്യും? മുഹമ്മദ് അബ്രാർ ടി സി നേരെ സ്റ്റേഷനിലേക്ക് വരിക, കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചെയ്യും. പറ്റുമോ? എന്നാ എന്ത് ചെയ്യും? നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ സ്റ്റേഷനിലേക്ക് വന്നോ. ഓക്കെ? ആ ഓക്കെ ഓക്കെ. ഹലോ 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 ഇതാരാ അറിയടാ? പറയുന്നില്ല. ഇതാരാ? സത്യം പറഞ്ഞോ? ഇതാരാ? മുസമ്മില. ഞാൻ പറഞ്ഞില്ല, ആരോ പറ്റിച്ച നിക്കറിയാതെ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഈ സംഭവം എന്നോട് പറഞ്ഞേക്ക് ഓർമ്മിച്ചു പറയുന്നില്ലേ. എടാ എനിക്കിന്റെ സൗണ്ട് മനസ്സിലായില്ലേ? സൗണ്ട് അതിന്റെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ഇന്റെ സൗണ്ട് അല്ലേ സംസാരിക്കാം ആദ്യം തോന്നി. പിന്നെ ആളെ കോയൊക്കെ എടാ ചങ്ങായി ഇന്റെ സൗണ്ടിന്റെ ആള് ഫോൺ കട്ടാക്കി. പൊന്നെ ആള് ഫോൺ കട്ടാക്കി. അപ്പൊ അപരാധ ഫോൺ കട്ടാക്കി. അവനക്ക് ദേഷ്യം വിളിച്ചപ്പോ ഫോൺ കട്ടാക്കിയതാണ്. അപ്പൊ നമുക്ക് വിചാരിച്ചത് ഫ്രണ്ട് ക്യാം എടുക്കാന്നാ, ബാക്ക് ക്യാമറ എടുക്കണേ. ഹലോ. അപ്പോൾ ആൾക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല എന്താ നടക്കണെന്ന്. ഓൻ വിചാരിച്ചെന്താ അറിയോ? ഓൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആനും അഭിയും പ്രേക്ഷകരറിയാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രാങ്ക് എന്നാണ് ഓൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ രണ്ടോളം ശരിക്കും ഒരു പ്രാങ്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓനിത് എപ്പോഴാണ് അറിയാമല്ലോ? ഓനിത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ അറിയുള്ളൂ. സാധാരണ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കല്. ഈ പ്രാവശ്യം ഞാൻ കൊടുക്കില്ല. കാര്യങ്ങൾ മൊത്തം ഞാൻ തന്നെ ചെയ്യും, അപ്ലോഡ് ചെയ്യും, തമ്പ്ലൈന് മൊത്തം ചെയ്ത് കഴിഞ്ഞ് ഓൻ വീഡിയോ കാണുമ്പോഴേ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഓനോട് പറയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഇന്നത്തെ പ്രാങ്ക് ഒരു അടിപൊളി സംഭവം ഞങ്ങൾ ചെയ്തതിൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ പ്രാങ്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ. അപ്പം അബി, അയ്യോ സോറി, അബി ഇവിടെ ഇല്ലല്ലോ അല്ലേ? അബി ഇല്ല. അബിയേ എടാ ഇത് എന്താ ചെയ്യാ? ഇത് നിർത്തിയല്ലേ? സ്റ്റോപ്പ് ചെയ്യല്ലേ? എന്നാ ഞാൻ അത് അവസാനിപ്പിക്കട്ടോ, വീഡിയോ എടുക്കാം. ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രാങ്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അപറാറിനെ ഒരു അടിപൊളി പ്രാങ്ക് ചെയ്തതാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ഫ്രണ്ടായ സാദിഖാണ്. ആളാണ് നമ്മളെ വീഡിയോ ഒക്കെ അതായത് അബിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ സഹായിച്ചെന്ന്. അപ്പം നന്ദി. ഓക്കെ ബൈ. അബി ഞാനില്ലേ പോലീസിൻ്റെ അത് വിളിക്കൂലേ? അപ്പം ഞാൻ മറ്റേ പോലീസിൻ്റെ അടുത്തുള്ള വെച്ച സാധനം എന്താ പറയുക ബാക്കി ടോക്കി അത് ഞാൻ യൂട്യൂബിൽ നിന്ന് സൗണ്ട് മാത്രം ചെയ്യാം. ആ ലിങ്ങോ? ആ പറയും
സംഭവം. ഇപ്പൊ മനസ്സിലായി, മറ്റേ നമ്മള് പ്രാങ്ക് വീഡിയോയിലെ കാണുന്ന പ്ലിങ് പ്ലിങ് ആ സാധനല്ലേ? ഓക്കെ, അതെ അതെ, നല്ല നല്ല അടിപൊളിയാ. പറഞ്ഞാണ്ട് അഭിനയിക്കാൻ പറയുമ്പോ എന്താ വിചാരിക്കും അല്ലേ? ഏതായാലും നമ്മൾ പ്രേക്ഷകരെ പറ്റിക്കും അല്ലേ? എന്റർടൈൻ ചെയ്യിപ്പിക്കും.